ഇപ്പോൾ കെ മുരളീധരൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ് തത്സമയം. ഇപ്പോൾ മന്ത്രിമാർ ഇപ്പോൾ പോകുമ്പോൾ അവർക്ക് അവിടെ പോകാനുള്ള അവകാശങ്ങളെയൊന്നും ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ സിദ്ധരാമയ്യ അവിടെ വിസിറ്റ് ചെയ്ത സമയത്ത് അന്ന് മന്ത്രിമാർ ചെന്നിരുന്നെങ്കിൽ ജനങ്ങൾക്ക് കുറെ കൂടെ ആശ്വാസം ആവുമായിരുന്നു. ആര് ചെന്നാലും തെരച്ചിൽ നടത്തേണ്ടത് ചെല്ലുന്ന ആൾക്കാരല്ല. പക്ഷേ ആ പ്രദേശത്തിൻ്റെ മുഖ്യമന്ത്രി ആ സ്ഥലം സന്ദർശിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അർജുനൻ്റെ നാട്ടുകാരായിട്ടുള്ള മന്ത്രിമാർ, പ്രത്യേകിച്ച് ശശീന്ദ്രൻ അവിടുത്തെ MLA ആണ്. അപ്പോൾ അദ്ദേഹത്തിന് അവിടെ ഇതുവരെ അദ്ദേഹത്തിന് ചെല്ലാൻ കഴിഞ്ഞില്ല, ഇന്നാണ് പോകുന്നത്. അപ്പോൾ അത് വളരെ ദൗർഭാഗ്യകരമാണ്. ഇതിനെ വളരെ വൈകിട്ടാണ് മന്ത്രിമാരുടെ സന്ദർശനം. ഞാൻ പറഞ്ഞ സിദ്ധരാമയ്യ ചെന്നെങ്കിൽ ഇവർ ചെല്ലേണ്ടതായി. പക്ഷേ സ്ഥലം അവിടുത്തെ MP ആയിട്ടുള്ള MK രാഘവൻ പാർലമെൻറ്റ് സമ്മേളനത്തിനിടയിലും അവിടെ തന്നെയുണ്ട്. എന്നാൽ സച്ചിൻ ദേവിനി അവിടെ ഇതിലൊക്കെ കണ്ടിരുന്നു. പക്ഷെ അതിൽ ഒരു കാര്യം പ്രത്യേകിച്ച് പറയേണ്ടത്, അന്ന് മുതൽ ഇന്ന് വരെ അവിടെ ഏതാണ്ട് കംപ്ലീറ്റ് ആയിട്ട് തന്നെ നിൽക്കുന്നത് മഞ്ചേശ്വരം MLA അഷ്റഫാണ്. കാരണം അദ്ദേഹത്തിൻ്റെ നിയോജകമണ്ഡലം അല്ലെങ്കിൽ പോലും സ്വന്തം സംസ്ഥാനത്തെ ഒരു വ്യക്തിക്ക് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായപ്പോൾ മറ്റൊരു പ്രോട്ടോക്കോളും നോക്കാതെ തന്നെ അദ്ദേഹം അവിടെ സജീവമായിട്ട് രംഗത്തുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിൽ മന്ത്രിമാരുടെ പ്രവേശനം വളരെ വൈകിപ്പോയി, ദൗർഭാഗ്യകരമാണ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഏതായാലും അർജുനെക്കുറിച്ച് എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് വരണമെന്നാണ് കേരള ജനത പ്രാർത്ഥിക്കുന്നത്. അത് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം. ഇന്നലെ രാത്രി നമ്മൾ 4-ാം ദിവസമാണ് നമ്മൾ സംഭവം ശ്രദ്ധയിൽപ്പെടുന്നത്. 4-ാം ദിവസത്തിന് ശേഷം കർണാടക സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് സജീവമായിട്ടുള്ള ഇടപെടലുണ്ടായിട്ടുണ്ട്. ഇതിലൊരു സംസ്ഥാന സർക്കാരിനെ മാത്രം കുറ്റം പറയുന്നത് ശരിയല്ല. കാരണം എന്താണ് അവിടുത്തെ സാഹചര്യം കൂടെ പരിശോധിക്കണം. അതിൽ ഒന്നാമത് ഇപ്പോൾ കാണുന്ന ഒരു പ്രവണത നാഷണൽ ഹൈവേ നിർമ്മാണത്തിലെ അപാകത, അത് കേരളത്തിൽ അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ മാസം വരെ വടകരയുടെ MP ആയിരുന്നല്ലോ. ആ നിയോജകമണ്ഡലത്തിൽ തന്നെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പോഴാണെങ്കിൽ വർക്ക് വളരെ സ്ലോ ആണ്, റോഡെല്ലാം തകർന്ന് കിടക്കുകയാണ്. അപ്പം ഞാൻ തന്നെ ഇപ്പോൾ ഇന്ന് വടകരയിൽ പ്രോഗ്രാമിന് പോകണം, ഞാൻ ട്രെയിനിലാണ് പോകുന്നത്. കാർ യാത്ര അസാധ്യമാണ്. അപ്പോൾ നാഷണൽ ഹൈവേയുടെ നിർമ്മാണത്തിൽ ഒരുപാട് അപാകതകളുണ്ട്. അതിൻ്റെ ഭാഗം കൂടിയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഇതിപ്പോൾ അർജുൻ്റെ ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് കണക്കാക്കണ്ട. ഈ നിർമ്മാണത്തിലെ അപാകതകൾ ആയിട്ട് മുന്നോട്ട് പോയാൽ ഇനിയും ഇതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാൻ സാധ്യതയുണ്ട്. കേരളത്തിലുണ്ട്. കാരണം എല്ലാത്തിലും ഒരേ രീതിയിലാണല്ലോ നിർമ്മാണം നടക്കുന്നത് കേന്ദ്രത്തിൻ്റെ ഡയറക്ഷൻ അനുസരിച്ചാണ്. നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് ഇതിൻ്റെ ഫുൾ സ്ട്രക്ചർ നടത്തുന്നത്. അപ്പം അങ്ങനെ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അതിൻ്റെ നിർമ്മാണത്തിൽ വന്ന അപാകത, പിന്നെ ഇപ്പോഴെ തന്നെ നമുക്ക് ലോറി ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ അതിൻ്റെ അകത്ത് ആളുണ്ടോ എന്നുള്ളതും ഇപ്പോഴും ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞു. അതാണ് ഇപ്പോഴത്തെ സാഹചര്യം. പട്ടാളവും ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും ഒത്തൊരുമിച്ച് ശ്രമിച്ചിട്ട് പോലും നമ്മൾ ഉദ്ദേശിച്ച ഒരു നിലയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിട്ടില്ല. അപ്പോൾ അതുകൂടെ നമ്മൾ പരിശോധിക്കണം. നമ്മൾ ഏതെങ്കിലും സർക്കാരിനെ ഒറ്റയടിക്ക് കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല. അലംഭാവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പറയുന്നതിന് ഞങ്ങൾക്കൊരു മടിയില്ല. കാരണം അത് കോൺഗ്രസ് സർക്കാരാണ് എന്നുള്ളത് കൊണ്ട് അവർ ചെയ്ത മുഴുവൻ ശരിയാണെന്നൊന്നും പറയുന്നില്ല. ആദ്യത്തെ 4 ദിവസത്തെ എന്താ നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ അറിയില്ല. നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതിന് ശേഷമാണ് ശ്രദ്ധയിൽപ്പെടുന്നത്. അപ്പം അതുകൊണ്ട് ഒറ്റയടിക്ക് അങ്ങനെ കുറ്റം പറഞ്ഞത് ശരിയല്ല. പിന്നെ കർണാടകവും കേരളവുമായിട്ടൊന്നും അക്കാര്യത്തിലൊന്നും ഒരു അഭിപ്രായ വ്യത്യാസമില്ല. ഇപ്പോൾ സർക്കാരുകളെക്കുറിച്ച് പറഞ്ഞാൽ കർണാടകത്തിലെ കോൺഗ്രസ് സർക്കാരെന്ന് മാത്രമല്ല ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. അവിടെ അവർക്ക് CPM-ഉമായിട്ട് ഒരു വിരോധവുമില്ല, കേരളവുമായിട്ടും ഒരു വിരോധം അവർക്കില്ല. അതുകൊണ്ട് 2 സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കമായിട്ട് ദയവായിട്ട് ഇതിനെ മാറ്റരുത്. ഇതിനിടയിലാണ് ഈ കുടുംബത്തിനെതിരെ വലിയ രീതിയിലൊരു സൈബർ ആക്രമണം നടക്കുന്നത്. അത് വളരെ തെറ്റായിട്ടുള്ള സമീപനമാണ്. ഇപ്പോൾ നമുക്കറിയാം, ഒരു കുടുംബത്തിൽ ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ ആർക്കായാലും കുടുംബത്തിൽ പ്രത്യേകിച്ച് അമ്മമാർക്ക് ഒരു പ്രയാസം കൂടുതലുണ്ടാവും. അപ്പോൾ അതനുസരിച്ച് ചില പ്രതികരണങ്ങൾ അവർ നടത്തി. അത് ഒരിക്കലും മനഃപൂർവ്വമല്ല. മകനെ കിട്ടാനുള്ള ഒരു ഇതിൽ ഇപ്പോൾ തെരച്ചിൽ നിർത്തിയെന്നൊക്കെയുള്ള വാർത്ത കാണുമ്പോൾ അവരായിരിക്കും അപ്പോൾ എന്താ ഇന്ന് രാത്രി തിരഞ്ഞാൽ അതിൻ്റെ പ്രോട്ടോക്കോളും കാര്യങ്ങളും അമ്മയ്ക്ക് അറിയില്ലല്ലോ. അപ്പം അതിൻ്റെ പേരിൽ
ആ കുടുംബത്തിനെ ആക്രമിക്കുന്നത്. ഈ ഉണ്ടായ ദുരന്തത്തിനേക്കാൾ മനുഷ്യർക്ക് വേദനയുണ്ടാക്കുന്ന കാര്യം ഈ സൈബർ ആക്രമണങ്ങൾ പലപ്പോഴും ഈ കാര്യത്തിലത് മാത്രമല്ല, എല്ലാ മനുഷ്യത്വത്തിനെയും കാറ്റിൽ പറത്തിക്കൊണ്ട് വെറും സങ്കുചിത മനസ്സോടുകൂടെ ഈ രംഗത്ത് ചില ദുഷ്ടശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട്. അതാരാണെങ്കിലും, ഏത് പാർട്ടിയാണെങ്കിലും, ഏത് സമുദായമാണെങ്കിലും അങ്ങനെയുള്ളവർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടികൾ സൈബർ രംഗത്തുണ്ടാവണം. പലപ്പോഴും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്, സൈബർ രംഗത്ത് വരുന്നതിനെ കുറിച്ചുള്ള പരാതികൾ പലപ്പോഴും ഫലപ്രദമായി കൈകാര്യം ചെയ്യപ്പെടുന്നില്ല. അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ദോഷം എന്ന് പറയുന്നത്. ഈ KPCCയുടെ ഇന്നലെ ഒരു ഭാരവാഹി യോഗം യാത്ര ഓൺലൈൻ യോഗം, അതിൽ പ്രതിപക്ഷ നേതാവിനെതിരെ രൂക്ഷമായ വിമർശനം ഉണ്ടായി. ഒരു പ്രതിപക്ഷ നേതാവ് ഒരു സൂപ്പർ KPCC പ്രസിഡന്റ് ഇന്നലത്തെ യോഗത്തിൽ ഭാരവാഹികളും പ്രസിഡൻറ്റും മാത്രമാണ് പങ്കെടുത്തത്. എന്താണെന്ന് എനിക്കറിയില്ല. അത് പ്രസിഡൻ്റാണ് ആധികാരികമായിട്ട് അതിനെക്കുറിച്ച് പറയേണ്ടത്. കാരണം ഞങ്ങൾക്ക് അതിൽ ക്ഷണം ഉണ്ടായിരുന്നില്ല, ഭാരവാഹികളുടെ യോഗം. അപ്പോൾ എന്താണ് അതിൽ സംഭവിച്ചത് എനിക്കറിയില്ല. ഒരു നേതാവ് എന്ന രീതിയിൽ ഈ പ്രതിപക്ഷ നേതാവ് KPCC പ്രസിഡന്റ് റോളിലേക്ക് മാറി അത് ഹൈജാക്ക് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുള്ള ഈ പ്രതിപക്ഷ നേതാവിൻ്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗം വാർത്തകൾ ചോർത്തുന്നു തുടങ്ങിയ ആക്ഷേപങ്ങൾ ഉയർന്നു. ഇപ്പോൾ ഒരു കാര്യം പാർട്ടി നേതൃത്വം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ശ്രീ കെ മുരളീധരൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. പ്രത്യേകിച്ച് ഷിരൂർ ദൗത്യത്തിലടക്കമുള്ള കാര്യങ്ങൾ പറയുകയായിരുന്നു. മന്ത്രിമാരുടെ സന്ദർശനം കുറച്ച് വൈകിപ്പോയി എന്നതടക്കമുള്ള കാര്യങ്ങൾ. മാത്രമല്ല, കേരളവും കർണാടകവും തമ്മിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും നിലനിൽക്കുന്നില്ല. ആ തരത്തിലേക്ക് ഈ കാര്യങ്ങളെ ഒന്നും വ്യാഖ്യാനിക്കരുത് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. കെ മുരളീധരൻ്റെ വാർത്താ സമ്മേളനമാണ്, മാധ്യമങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്.